കേരള ദിനേശ് ബീഡി സഹകരണ സംഘത്തിന്റെ കിഴക്കങ്കര മേഖലാ കേന്ദ്രത്തിൽ യാത്രയയപ്പും തൊഴിലാളി സംഗമവും സംഘടിപ്പിച്ചു. അവശത അനുഭവിക്കുന്ന ബീഡി തൊഴിലാളികൾക്കായി അധികാരികൾ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്ന് സംഗമം പ്രമേയമായി ആവശ്യപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം ജോലിയിൽ നിന്ന് വിരമിക്കുന്ന വെള്ളിക്കോത്ത് വീണച്ചേരിയിലെ AK ഷീല, കിഴക്കേ വെള്ളിക്കോത്തെ V ദേവി, നോർത്ത് കോട്ടച്ചേരിയിലെ PV സതി എന്നിവർക്കാണ് കേരള ദിനേശ് ബീഡിയുടെ കോട്ടച്ചേരി സഹകരണ സംഘത്തിന് കീഴിലുള്ള കിഴക്കങ്കരയിലെ മേഖലാതല തൊഴിൽ കേന്ദ്രത്തിൽ സമുചിതവും സ്നേഹനിർഭരവുമായ യാത്രയയപ്പ് ഒരുക്കിയത്. തൊഴിലാളികളെയും മുൻകാല തൊഴിലാളികളെയും ഒപ്പം ഇവരുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടി കോട്ടച്ചേരി സഹകരണ സംഘം പ്രസിഡന്റ് P കാര്യമ്പു ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്നവർക്കുള്ള ഉപഹാരവും അദ്ദേഹം സമർപ്പിച്ചു. ദിനേശ് ബീഡിയിൽ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒട്ടേറെ പ്രക്ഷോഭ സമരങ്ങളൊക്കെ തന്നെ നടത്തിയാണ് ഈ ദിനേശ് ബീഡി പ്രസ്ഥാനം തന്നെ ഉടലെടുക്കാനായിട്ട് സാധിക്കും. ഗണേശ് ബീഡി കമ്പനിക്കാരെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൊടുക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞ അവസരത്തിൽ അങ്ങനെ ആനുകൂല്യങ്ങളൊന്നും വീട് തൊഴിലാളികൾക്ക് അർഹതപ്പെട്ടതല്ല, അതൊന്നും കൊടുക്കാൻ കഴിയില്ല. തിരച്ച പണിക്ക് കൂലി, അതിന് കൂലി കൊടുക്കാം എന്നുള്ളതല്ലാതെ മറ്റ് ബോണസോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗണേശ് ബീഡി കമ്പനിക്കാരൻ ഇവിടെ നിന്നും കൂട്ടിയിട്ട് മംഗലാപുരത്തേക്ക് കടന്നത്. ചടങ്ങിൽ KV രമ അധ്യക്ഷയായി. സംഘം സെക്രട്ടറി V നിഖിൽ, KV രാഘവൻ, PP തങ്കമണി, V കാർത്തിയായനി, V സുകുമാരൻ എന്നിവർ സംസാരിച്ചു. NV നളിനി സ്വാഗതം പറഞ്ഞു. പെൻഷൻ പറ്റി പിരിഞ്ഞു പോകുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന പെൻഷൻ പേയ്മെന്റ് ഓർഡർ സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും അവശത അനുഭവിക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അധികാരികളുടെ ഭാഗത്തുനിന്നും അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും പരിപാടി പ്രമേയമായി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.